ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നാളെ ഇഷിതയും മഹേഷും കൂടി ഭയങ്കര സന്തോഷത്തിൽ തന്നെ നമ്മുടെ ചിപ്പിയുടെ കൂടി ഇരിക്കുക കേട്ടോ. അതിനുശേഷം ഇഷിത പറയുന്നുണ്ട്, ഈ വരുന്ന ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മഹേഷ് വേണ്ട സ്പെഷ്യൽ ഡേയോ, അതെന്ത് ഡേ ആടോ? ഓഹോ, അപ്പം മഹേഷ് മറന്നു അല്ലേ, അന്ന് എന്തോ ഒരു അത്ഭുതം നടന്ന ദിവസമല്ലേടോ ഇഷിത? അങ്ങനെ ഒരു അത്ഭുതം നടന്നു, ലോകത്തിലെ 8ാമത്തെ അത്ഭുതം നടന്നെന്ന് വേണമെങ്കിൽ പറയാം. ഓ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ആക്കുകയാണല്ലേ, എൻ്റെ പിറന്നാളല്ലേ, എനിക്കറിയാം എന്ന് പറയാണ്. അതെ, നിൻ്റെ പിറന്നാളാണ്, ഈ പ്രാവശ്യത്തെ പിറന്നാൾ അടിപൊളിയായിട്ട് ആഘോഷിക്കണം ഡാഡി എന്ന് പറയുന്നുണ്ട്. അതെന്താ ഈ പ്രാവശ്യത്തെ പിറന്നാൾ അടിപൊളിയായിട്ട്? എല്ലാ പിറന്നാളിനും, മോളുടെ പിറന്നാളിനും എവിടെ ലോകത്ത് എവിടെയാണെങ്കിലും ഡാഡി ഓടി വരാറില്ലേ? ഓർമ്മയില്ലേ മോൾക്ക് കഴിഞ്ഞ വർഷത്തെ പിറന്നാൾ? അത് മറക്കാൻ പറ്റുമോ എന്ന് പറയാണ്. എന്തായാലും ഈ വർഷത്തെ പിറന്നാൾ അടിപൊളിയായിട്ട് ആഘോഷിക്കണം, കാരണം ഈ വർഷം നമ്മുടെ അമ്മ കൂടെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അതെ, ഈ വർഷം ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം ഇഷിത എന്ന് പറയാണ്. അതെ, ഞാനത് അങ്ങനെ മഹേഷിനോട് പറയാനിരിക്കുകയായിരുന്നു. അപ്പോൾ ചിപ്പി വിളിക്കണ്ട, അപ്പോൾ എല്ലാവരെയും വിളിക്കോ, റിലേറ്റീവ്സിനെയും എല്ലാവരും വിളിക്കോ, ചക്കീനെ വിളിക്കാം, ചക്കീനെയോ മോളുടെ കൂട്ടുകാരെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചോ, ഫ്രണ്ട്സിനെ മാത്രമല്ല അവരുടെ ഫാമിലിനെ വിളിക്കണം എന്ന് ഇഷിത പറയാണ്. വേണമെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ തരാണെങ്കിൽ ഞാനും മഹേഷും വിളിക്കാം. ശരി എന്ന് പറയാണ്. സൂര്യചേട്ടനൊക്കെ വരുമോ? അറിയില്ല മോളെ, അശിതേച്ചിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. മഹേഷ് ചോദിക്കണ്ടു, എടോ തൻ്റെ അശിതേച്ചി അവിടെ നിന്ന് വല്ലാതെ ബുദ്ധിമുട്ടല്ലേ അശിതേച്ചിക്ക്? എന്നാൽ സൂരജിനെയും കൂട്ടിക്കൊണ്ട് മാഷിൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിന്നൂടെ? അതെങ്ങനെ ശരിയാവും മഹേഷേ? മഹേശ്വരേട്ടൻ അശിതേച്ചിനെ വേണ്ടെങ്കിലും അശിതേച്ചിക്ക് അങ്ങനെ ഒഴിവാക്കി പോരാൻ പറ്റുമോ? പാവം ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട് അവിടെ എന്ന് മഹേഷും പറയാണ്. എന്തായാലും വിളിക്കാം ബർത്ത്ഡേക്ക് എന്ന് പറയുന്നുണ്ട്. അല്ല, ആദ്യേട്ടൻ വരൂ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ആദ്യേട്ടനല്ലേ വരേണ്ടത്, മോളും ആദ്യേട്ടനും കൂടി കൈ പിടിച്ചിടണം കേക്ക് മുറിക്കാൻ. വേണ്ട, ഞാനും ആദ്യേട്ടനും അമ്മയും ഡാഡിയും കൂടി ഒരുമിച്ച് കേക്ക് മുറിക്കാം എന്ന് പറയാണ്. പക്ഷെ ആദ്യേട്ടനെ രചനാമ്മ വിടുമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, നമുക്കിന്നേരം ആദ്യേട്ടനെ വിളിച്ച് ഈ കാര്യം ഒന്ന് പറഞ്ഞാലോ? പറയാം എന്ന് പറയാണ്. അതേസമയം നമ്മുടെ ആദ്യമാണെങ്കിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ, വീട്ടിൽ റൂമിൽ നിന്ന് ഹോംവർക്ക് ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ ആദ്യയുടെ ആദ്യക്ക് മൊബൈൽ ഫോണൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യയുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യാണ്. ആദ്യം ഫോൺ നോക്കുമ്പോഴേക്കും ഇഷിതാമ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇഷിതയുടെ പേര് പോലും ഇഷിതാമ എന്നാണ് കേട്ടോ ആദ്യം സേവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇഷിതാമ കോളിംഗ് എന്ന് പറഞ്ഞ് കാണുമ്പോൾ ആദ്യം തൊട്ടപ്പുറത്ത് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ഫോൺ എടുക്കുക കേട്ടോ. ഹലോ ഇഷിതാമേ എന്ന് ചോദിക്കുമ്പോൾ, ആദ്യം എന്തേ വരുന്നു? ഞാൻ ഹോംവർക്ക് ചെയ്യുമായിരുന്നു. ഓ, വെരി ഗുഡ്. എന്താ ഇഷിതാമ്മയെ വിളിച്ചത്? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ? ഒരു കുഴപ്പമില്ല. ആകാശങ്ങൾ കുറച്ച് ചാടിക്കാനൊക്കെ നോക്കി, പക്ഷെ അത് നടന്നൊന്നുമില്ല. പിന്നെ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് മോനെ വിളിച്ചത്. എന്താ ഇഷിതാമ്മേ? ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ചിപ്പിമോളുടെ പിറന്നാളാണ്, 7ാമത്തെ പിറന്നാൾ. ആണോ? അതെ, എന്തായാലും മോൻ വരണം കേട്ടോ. എന്തായാലും രചനാമേനെ വിളിക്കുന്നുണ്ട് മഹേഷ്. രചന വരുമോയെന്ന് അറിയില്ല, എന്തായാലും രചനേനെ ആകാശിനെ വിളിക്കുന്നുണ്ട്. ഓ, അവർ വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. എന്തായാലും മോൻ വരില്ലേ? പിന്നെ ഞാൻ വരും, എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ ചിപ്പിമോളുടെ പിറന്നാളിന് വരും എന്ന് ആദ്യം പറയാണ്. ശേഷം ഫോൺ വെക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നമ്മുടെ രചന വാതിൽക്കെ തന്നെ നിൽക്കുന്നുണ്ട്. രചനയ്ക്ക് ആകെ ഒരു വല്ലാത്ത വിഷമം പോലെ തോന്നുകയാണ്. ആദ്യം ഇങ്ങനെ ഫോൺ വിളിച്ചു വരെ സംസാരിക്കാനായല്ലോ എന്നാലോചിച്ചിട്ട് രചന നേരെ ആകാശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആകാശ്, എന്താ? ചിപ്പിയുടെ പിറന്നാളാണ് ഈ വരുന്ന സൺഡേ. ഓ, ഈ പിറന്നാൾ എന്തായാലും മഹേഷ് ഗംഭീരമായിട്ട് ആഘോഷിക്കും. കാരണം എന്താണെന്നറിയാമോ? അവനിപ്പോൾ ഒരു പെണ്ണ് കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ പെണ്ണിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ. അത് ഇഷിത ഉള്ളതുകൊണ്ട് ഈ പിറന്നാൾ അടിപൊളിയിട്ട് ആഘോഷിക്കും. തന്നെ താഴ്ത്തി കെട്ടുകയും ചെയ്യും. താൻ നോക്കിക്കോ, തൻ്റെ മോളുടെ പിറന്നാളിന് അമ്മയുടെ സ്ഥാനത്ത് ആ ഇഷിതയായിരിക്കും കയറി നിൽക്കുന്നത്. കഷ്ടം തന്നെ രചന, തൻ്റെ കാര്യം കഷ്ടം തന്നെ. നൊന്ത് പ്രസവിച്ച് താൻ ഇവിടെ കിടക്കുന്നു, വെറുതെ ഫ്ലൂക്കിന് അമ്മയായ അവൾ അവിടെ കിടക്കുന്നു. താൻ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു രചന? തനിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആകാശ്, എൻ്റെ നെഞ്ച് വല്ലാതെ പൊട്ടുന്ന പോലെ. ഇപ്പം തന്നെ നെഞ്ച് പൊട്ടുന്നതല്ലേ ഉള്ളൂ, നാളെ അത് പൊട്ടിത്തെറിക്കും. തൻ്റെ മോൻ കൂടി അങ്ങോട്ടേക്ക് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അവൻ്റെ വർത്താനമൊക്കെ ഇപ്പോൾ കേട്ടില്ലേ? 1-2 ദിവസം ആ ചിപ്പിയായിട്ടൊന്ന് സ്നേഹത്തിലായപ്പോൾ തന്നെ അവനിങ്ങനെ. അപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ അപ്പോൾ എങ്ങനെയായിരിക്കും? മാത്രമല്ല അവനിപ്പോൾ ആ ഇഷിതേനെ ഇവളൊന്നും നല്ല വിളിക്കണത്, ഇഷിതാമ്മ എന്നാണ് വിളിക്കണത്. താനത് ശ്രദ്ധിച്ചില്ലേ? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ആകാശ് എന്ന് പറയാണ്. അവനും അങ്ങോട്ടേക്ക് ചായാൻ എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഞാൻ എന്താ ആകാശ് ചെയ്യുക? എന്ത് ചെയ്യാനാ? താൻ മാക്സിമം അവനെ ഇവിടെ നിർത്തണം. അവൻ പറഞ്ഞാലും കാര്യമില്ലേ? അവനോട് ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ ഇത്രയും നാൾ ഞാൻ ഊട്ടിൽ വിട്ടിട്ടല്ലേ ആകാശ് പഠിപ്പിച്ചത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവന് നന്നായിട്ടുണ്ട്. അതാണ് ആ ഇഷിത മുതലെടുക്കണതും. എന്തായാലും താൻ ഒരു കാര്യം തീരുമാനിച്ചോ, ആദ്യം എന്തായാലും ആ ബർത്ത്ഡേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി താൻ വിടരുത്. അതിന് ആദ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ പോലും അനുസരിക്കാറില്ല എന്ന് പറയുമ്പോൾ, എടോ താൻ അനുസരിപ്പിക്കണം. താൻ പറഞ്ഞാൽ അവൻ എന്തായാലും കേൾക്കും. തന്നോട് അവനൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്ന് പറയാണ്. ഞാൻ ശ്രമിക്കാം ആകാശ് എന്ന് പറയാണ്. ശ്രമിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ശേഷം
നമ്മുടെ ഇഷിത ഈ ഓരോരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മഹേഷ് വരുന്നുണ്ട്. മഹേഷ് എന്നിട്ട് ഇഷിത അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു കുഞ്ഞിനെ വേണമെന്നുള്ളൊരാഗ്രഹം തനിക്ക് അതിയായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, മഹേഷ്, ഒരു പെണ്ണിൻ്റെ ജീവിതം പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴാന്ന് മഹേഷിനറിയാവോ? എപ്പോഴാ എന്ന് ചോദിക്കുമ്പോഴേക്കും അവളൊരു അമ്മയാകുമ്പോഴാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മഹേഷിന് എന്ത് പറയണമെന്നറിയില്ല. അതിനുശേഷം മഹേഷ് റൂമിൽ നിന്ന് പോവാണ്. ഇഷിത ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെ ചെപ്പിയും ആദ്യമൊക്കെ മക്കളാണെന്ന് പറയുന്നുണ്ടെങ്കിലും സ്വന്തം ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാന്നുള്ളത് ഇഷിതയുടെ വലിയൊരു ആഗ്രഹം തന്നെയാണ്. അത് മഹേഷിന് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ അധികം നാളൊന്നും പോവത്തൊന്നുമില്ല കേട്ടോ. അതായത് മഹേഷും ഇഷിത ഒന്നാവാനായിട്ട് ഇഷിത ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇഷിത ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുക തന്നെ ചെയ്യും കേട്ടോ. അതിങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ റീമേക്കിലും അങ്ങനെയാണ്. ഈ ആദ്യം ഇപ്പോൾ ഒരു അടുത്ത് കഴിയുമ്പോൾ തന്നെ ഇഷിത പ്രഗ്നൻ്റൊക്കെ ആവുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഉണ്ടാകും. എന്തായാലും നമ്മുടെ ചിപ്പിയുടെ പിറന്നാളാണ് പിന്നെ ഈ വരുന്ന വീക്കെൻഡിൽ കാണിക്കാൻ പോകുന്നത്. ചിപ്പിയുടെ പിറന്നാൾ മാത്രമല്ല കേട്ടോ, ഇനി വിനോദിൻ്റെ കല്യാണവും കൂടിയാണ് അടുത്ത ആഴ്ച. അപ്പോൾ വിനോദിനെ ആ കല്യാണത്തിന് എങ്ങനെയെങ്കിലും അപായപ്പെടുത്തില്ല, വിനോദിനെ ഇല്ലാതാക്കണമെന്ന് മാത്രമേ ആകാശിനും അതുപോലെ തന്നെ അൻസാരിദാസിനും രചനയ്ക്കുള്ളൂ. അതുകൊണ്ട് വിവാഹം മുടക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യും. അതേസമയം നമ്മുടെ ആ ചെപ്പിയുടെ പിറന്നാളിന് അതിനെ വിടാതിരിക്കാൻ വേണ്ടി ആകാശ് പല വഴികളും നോക്കും. പക്ഷെ ആകാശിനെ എന്തൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ആദ്യം അവിടെ നിന്ന് മുങ്ങിയിരിക്കും. ചിപ്പിയുടെ പിറന്നാളിന് ആദ്യം കൂടും. അത് മാത്രമല്ല, ഈ ഒരു പിറന്നാൾ വലിയൊരു ട്രേണിംഗ് പോയിൻറ്റും കൂടിയിട്ടാണ് കേട്ടോ. വേറൊന്നല്ല, മഹേഷും അതുപോലെ തന്നെ ആദ്യം ഒരുപാട് അടുക്കുന്ന മൊമെൻറ്റ്സൊക്കെ ഇതിലുണ്ട്. കാരണം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് അറിയില്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊമോ കാണിച്ചിരുന്നു. പ്രൊമോ അല്ല, എല്ലാ സീരിയലുകളുടെ മിക്സ് ആക്കിയിട്ടുള്ള പ്രൊമോ ആണ്. അതിൽ ആദ്യം മഹേഷും വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ നിൽക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഈ ചിപ്പിയുടെ പിറന്നാളിന് ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് അവരതിലിട്ടിരിക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് അടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് അടുത്ത ആഴ്ച വരാൻ പോണേ കേട്ടോ. വിനോദിൻ്റെ വിവാഹം ചിപ്പിയുടെ പിറന്നാളൊക്കെ ആയിട്ട് സൂപ്പർ എപ്പിസോഡായിരിക്കും. ഈ ആഴ്ച മാത്രമല്ല മാധവിൻ്റെയൊക്കെ എപ്പിസോഡായതുകൊണ്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. കാരണം ആദിയുടെയും അതുപോലെ തന്നെ മഹേഷിൻ്റെ വിനോദിൻ്റെ എപ്പിസോഡിനൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സസ്പെൻസും ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഓരോ എപ്പിസോഡും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അത് മാത്രമല്ല, നാളത്തെ പ്രൊമോയിൽ ഇത്രയും ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. ആദിന ഇഷിത ബർത്ത്ഡേ വിളിക്കാൻ വേണ്ടി കോൾ ചെയ്യണതും പിന്നെ ആകാശ് രചനനെ ഇങ്ങനെ വീണ്ടും പറഞ്ഞിങ്ങനെ നോയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ചിപ്പിയുടെ കാര്യം വേണ്ട, ചിപ്പിയുടെ അമ്മ താനായിട്ട് അവളാണല്ലോടോ അമ്മ സ്ഥാനത്ത് നിൽക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മഹേഷ് ഇഷിതയുടെ ആ ഒരു വേദന, അതായത് അമ്മ ആവാനുള്ള ഇഷിതയുടെ ആ ഒരു വേദന മനസ്സിലാക്കി മഹേഷ് സംസാരിക്കുന്ന ഭാഗം ഒരു 3 ഭാഗം മാത്രമേ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ അടുത്ത ആഴ്ച വിനോദിൻ്റെ മാരേജിൻ്റെ ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിനോദിനെ അപായപ്പെടുത്തുന്ന ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അപായപ്പെടുത്താൻ വേണ്ടി പലതും നോക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വിനോദിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ആ വീട്ടിൽ തന്നെ ഒരാളുണ്ട്, ആദി. വേറൊന്നുമല്ല, ആകാശിൻ്റെയും രചനയുടെയും ഓരോരോ പ്ലാനും ആദ്യം മനസ്സിലാക്കി അത് മഹേഷിൻ്റെ അടുത്തും ഇഷിതയുടെ അടുത്തും പറയുക തന്നെ ചെയ്യും. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.